ഗൈസ് ഗുഡ് മോർണിംഗ്. ഇത് കുറച്ച് ചുമന്നുള്ളിയാണ് ഗൈസ്. ചുമന്നുള്ളി നമ്മൾ അരച്ചതാണ്. ഇത് ഒരു ലേഹ്യം ഉണ്ടാക്കാനായിട്ട് ഒറ്റക്കൈ വീഡിയോ എടുക്കേണ്ട കാരണമാണ് ഇങ്ങനെ ഇരിക്കുന്നത്. വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളൂ. ഇതെല്ലാം കൂടെ വടിച്ചിടട്ട് ഗൈസ്. ഇത് നമ്മുടെ കുവരകില്ലേ, റാഗി, അത് ഞാൻ ചെറിയ ചൂടുവെള്ളത്തിലൊന്ന് കുഴച്ച് ലൂസാക്കി വെച്ചേക്കുവാണ് ഗൈസ്. ഇവിടെ നെയ്യുണ്ട്. ഇതിനകത്ത് കരിപ്പൊട്ടിയാണ് ചേർക്കേണ്ടത്, പക്ഷേ ഇവിടെ ഇല്ല. അതുകൊണ്ട് പനങ്കൽക്കണ്ടി ചേർക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്തോട്ട് ഒഴിച്ച് അങ്ങ് മിക്സ് ചെയ്യാം. അപ്പോൾ ഇച്ചിരി കൺസിസ്റ്റൻസി ഇച്ചിരി ലൂസായി ഇരുന്നിട്ട് വേണം. ഇത് പെട്ടെന്ന് തിക്കാവും. ബിക്കോസ് നമ്മൾ ഇത് ചേർത്തതുകൊണ്ട്, റാഗി ചേർത്തതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് കുക്കാവും. ലോ ഫ്ലെയിമിൽ ഇടാവും. അപ്പോൾ ഇച്ചിരി വെള്ളവും കൂടെ ഇത് ചേർക്കട്ടെ ഗൈസ്. ഇതിൽ ശരിക്കും വെള്ളമൊന്നും അല്ല ചേർക്കേണ്ടത്. ശർക്കര പാനി കാച്ചിയിട്ട് ആ ശർക്കര വെള്ളം അരിച്ച് ഉരുക്കിയാണ് ഇത് ഒഴിക്കേണ്ടത്. ബട്ട് ഇവിടെ ശർക്കരയില്ല, കരിപ്പെട്ടിയില്ല. പേടിക്കാൻ പോകാനും വയ്യ. അതുകൊണ്ട് പനങ്കൽക്കണ്ടി ചേർക്കണം. അപ്പോൾ എന്തായാലും ഇത് വേവണമെങ്കിൽ വെള്ളം വേണ്ടേ, അതുകൊണ്ടാണ് ഇങ്ങനെ ചേർത്തത്. കുഴപ്പമൊന്നുമില്ല, വെള്ളം വറ്റിച്ചങ്ങ് എടുത്താൽ മതി. നമ്മൾ വെച്ചേക്കാനൊന്നും അല്ലല്ലോ, അന്ന് തന്നെ കഴിക്കും. ഈ കൊച്ചു ജീരകവും വലിയ ജീരകവും പൊടിച്ചതിടാം. പനങ്കൽക്കണ്ടി ഇടാം. പനങ്കൽക്കണ്ടി ഒഴിച്ചിട്ട് ഗൈസ്, അല്ലേ അത് മെൽറ്റായി വരത്തില്ല ഗൈസ്. ഒരു 2 പിഞ്ചോളം ഉലുവയും കൂടെ ഇട്ട് ഗൈസ്. ഔഷധ വീര്യം കൂടും. അപ്പോൾ ഇതാണ് ഗൈസ് പനങ്കൽക്കണ്ടി ഇട്ട് ഗൈസ്. ഒരുപാട് മധുരം ഇട്ടുകൂടാ, എങ്കിലും മധുരം വേണമെങ്കിൽ ഒരു ടേസ്റ്റ് വരും. ഇപ്പം നമ്മളിലെ ഉലുവാപ്പൊടിയും കൂടെ ചേർത്തതുകൊണ്ട് ക്വാണ്ടിറ്റി കുറവായതുകൊണ്ടാണ് കുറച്ചിട്ടത്. നമുക്ക് ഇളക്കി കൊടുക്കാം. ശകലം നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും ചേർക്കും. ഇതൊന്ന് കുറുവി വരുമ്പോൾ പെട്ടെന്ന് കുറുവും ഗൈസ്. ഈ കൊച്ചു ജീരകവും വലിയ ജീരകവും ഒക്കെ പൊടിയിടുമ്പോഴേ നമ്മുടെ ഈ ഉള്ളിയുടെ വാടയൊന്നും വരുത്തില്ല. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നതിന് കുറേ നാളുകൊണ്ട് എനിക്ക് വയ്യാത്തതുകൊണ്ടൊന്നും ചെയ്യുന്നില്ല ഗൈസ്. നെയ്യിടുമ്പോൾ നെയ്യുടെ ഒരു മണം എവിടെ ഇത് പെര മൊത്തം അങ്ങ് അടിക്കും. അതുകൊണ്ട് ഈ നെയ്യ് ഇവിടെ ആർക്കും ഇഷ്ടമല്ല ഗൈസ്. ഇത് പറ്റട്ട് ഗൈസ്, എന്നിട്ട് ഞാൻ കാണിക്കാം. ഇതിനകത്ത് വേണമെങ്കിൽ ഇച്ചിരി ഉണക്കമുന്തിരിയോ ഈത്തപ്പഴമൊക്കെ ഇടാം. അന്നേരം വേറൊരു ടേസ്റ്റായി മാറും. ഒരു വിധം തിക്കായിട്ടുണ്ട്. ഇച്ചിരി നെയ്യിടാം ഗൈസ്. പശു നെയ്യ. ഈ നെയ്യിട്ടില്ലെങ്കിൽ പിന്നെ ഒരു രസവും കാണത്തില്ല ഗൈസ്. നെയ്യുടെ വാട ഇഷ്ടമല്ല ഞങ്ങൾക്ക് ആർക്കും, പക്ഷേ ഇടാം. എന്നിട്ട് ഇച്ചിരി ശുദ്ധമായ വെളിച്ചെണ്ണ, നമ്മുടെ തേങ്ങാപ്പാൽ ചേർത്തില്ലല്ലോ ഗൈസ്, അതുകൊണ്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കുക ഗൈസ്. അപ്പോഴിത് കിണ്ടി ഇങ്ങ് വരും. ഇനി ഇത് കിണ്ടി കുറേ തിക്കാവുമ്പോൾ ഞാൻ കാണിക്കാം കേട്ടോ ഗൈസ്. ഇത് നല്ല കട്ടിയായിട്ടുണ്ട് ഗൈസ്. ഇങ്ങനെ കോരിയും എടുത്താൽ മതി ഗൈസ്. അല്ലാതെ ഇത് വേറെ കുഴപ്പമൊന്നുമില്ല ഗൈസ്. ഇനി നമ്മളിത് ഒരു കിണ്ണത്തേലോട്ട് കോരിയൊക്കെ വെച്ചിരുന്ന് തണുക്കുമ്പോഴത്തേക്ക് നല്ല തിക്ക് കൺസിസ്റ്റൻസിയിലാവും. ഇതിൽ ഞാൻ ഇടയ്ക്ക് ഒരു കരണ്ടി നെയ്യും എന്നാണോ ഈ നെയ്യിൽ നിങ്ങൾക്കറിയാമല്ലേ, ചുമന്നുള്ളി ഇങ്ങനെ വെന്ത് വരുമ്പോൾ ഉള്ള മണമെന്ന് പറയുന്നത് ഭയങ്കര. ഈ ലേഹ്യങ്ങൾ ഉണ്ടാക്കുമ്പോഴേ ഗൈസ്, ഇത് രാത്രിയും ഉണ്ടാക്കുകൊണ്ടുള്ളവരെ, ഇത് രാത്രി ഉണ്ടാക്കിയില്ലേ ഇത് ലോകം മൊത്തം അങ്ങ് പറക്കില്ല മണവേ. ഇതിനകത്ത് വേറെ ഒന്നും ചേർക്കണ്ട. ഇതിൽ പണ്ട് അരിപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ നമുക്ക് ഉള്ളി മാത്രം മതിയെങ്കിൽ ഉള്ളി മാത്രം, വേറെ മാവുകളൊന്നും ചേർക്കണ്ട. ഇതിൽ ഞാൻ റാഗി, നമ്മളെ കുവരക്
പൊടിച്ചത് ചേർത്തു. ഇത് എൻ്റെ ഫാദറിന് വേണ്ടിയാണ്. അയ്യോ, എന്നെ വളർത്തി വലുതാക്കി, എന്നെ തോളിൽ ചുമന്നുകൊണ്ട് കിടന്ന് എന്നെ വളർത്തി വലുതാക്കി ഒരുപാട് വിദ്യാഭ്യാസം തന്ന ആളിന് വേണ്ടി, എൻ്റെ മൈ ഫാദർ. ഇന്നാൾ ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഞാനിങ്ങനെ പറഞ്ഞു ഇവിടെ അതൊന്നും ഉണ്ടാക്കത്തില്ല ഇപ്പം, നീ പോയതിന് ശേഷം. അന്നേ ഞാൻ കരുതിയതാണ് ഉണ്ടാക്കണം. ഇന്നിവിടെ നോമ്പായതുകൊണ്ടേ എനിക്ക് ഇച്ചിരി ടൈം ഫ്രീ ആയിട്ട് കിട്ടി. അപ്പോൾ ഗൈസ് ഇതൊന്ന് സെറ്റാക്കാൻ കോരി വെക്കാൻ പോവുകയാണ്. വേറെ ഒരു കുഴപ്പങ്ങളുമില്ല. ഉണ്ടോ, ഇതിനകത്ത് എണ്ണയും പിടിച്ച് ബോരിഞ്ഞ് നല്ല മണവുമായി ഗൈസ്. ഇത് ഞാൻ കോരി വെക്കട്ടെ ഗൈസ്. ഇതിങ്ങനെ കിണ്ടി 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 എണ്ണ ചാടിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല ഗൈസ്. അങ്ങനെ വേണം എണ്ണ തെളിയിച്ചെടുക്കാം. ഇതിപ്പം നമ്മളിത് അടച്ചിങ്ങനെ വെക്കുമ്പോഴേ ഗൈസ് അതിൽ നിന്ന് എണ്ണയെല്ലാം തെളിഞ്ഞ് വരും. ഇതിൽ റാഗി ആയതുകൊണ്ടേ ബുദ്ധിന്ന് ഇങ്ങനെ ഇരിക്കും. കോരിയിലിട്ട് മൊത്തം ഗൈസ്. ഇത് ഞാനിങ്ങനെ എൻ്റെ വീട്ടിൽ കൊണ്ടുപോകുന്ന കാരണം ഇത് തണുത്താറിയിട്ട് തിരിച്ചിടുന്നേയും കമത്തുന്നേയൊന്നും അറിയാവത്തില്ല. ഞാനിത് കുറച്ച് കഴിയുമ്പം കുളിച്ച് റെഡിയായി അങ്ങ് പോകും. കൊണ്ടുപോയി അവിടെ കൊടുക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഔഷധവീര്യമുള്ള ശരീരത്തിന് ഗുണപ്രദമായ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക. എല്ലാവർക്കും ആരോഗ്യവും സൗഖ്യം നേരുന്നു. വെക്കട്ടെ ഗൈസ്. ഇത് അടപ്പൊക്കെ ഇട്ട് അടച്ച് മൂടാൻ പോവുകയാണ് ഗൈസ്. ഓക്കെ, ബൈ.